ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു ഹെൽത്തി വെയ്റ്റ് ഗെയിനിങ് ഫുഡാണ് കാണുന്നത്. ഇതിന് മുൻപും ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു ഹെൽത്തി വെയ്റ്റ് ഗെയിനിങ് ഫുഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും കാണുക. അത് ഒരു കുറുക്കു രൂപേണുള്ള ഒരു ഫുഡായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾ വലുതാവുന്നതനുസരിച്ച് നമുക്ക് അവർക്ക് ഫിംഗർ ഫുഡ്സ് ആയിട്ട് കൊടുത്തു തുടങ്ങാം. അപ്പോൾ ഈ ഏത്തപ്പഴം തന്നെ നമുക്ക് എങ്ങനെ ഒരു ഫിംഗർ ഫുഡ് രൂപേണ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും റെസിപ്പി കാണുക, ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി കാണുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റൈറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. അത് നമുക്ക് ആദ്യം ഒന്ന് തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ സാധാരണ കുട്ടികൾക്ക് സോളിഡ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിലുള്ള പ്യൂരീസും കുറുക്കുകളും ഒക്കെയാണ് കൊടുക്കാറ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും, അതായത് ഒരു 8-9 മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് മാഷ് ചെയ്ത ഭക്ഷണങ്ങൾ, കൈ കൊണ്ട് ഉടച്ച ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള പ്യൂരീസ് കൊടുക്കാറില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഫിംഗർ ഫുഡ്സ് എന്ന് പറയുന്നത്. അതായത് കുട്ടികൾക്ക് തന്നെ അവരുടെ കൈ കൊണ്ട് പിക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഫുഡ്സ്. അപ്പോൾ അത് ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പല സ്റ്റേജിലാണ്. ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മോൾക്ക് ഏതാണ്ട് 1 വയസ്സായപ്പോഴാണ്. പലരും അത് 9-10 മാസത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് ഞാൻ ഏതാണ്ട് ഒരു 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പഴം അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ മാഷ് ചെയ്ത കുറുക്കാണ് ആദ്യം കൊടുത്തിരുന്നത്. 1 വയസ്സൊക്കെ ആയപ്പോഴാണ് ഈ ഒരു റെസിപ്പിയിലോട്ട് സ്വിച്ച് ചെയ്തത്. എന്നിട്ടിത് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് അത് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ മധുരത്തിനായിട്ട് ഞാനിവിടെ അല്പം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൊടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ശർക്കര ഒന്ന് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ശർക്കര ആക്ച്വലി ഓപ്ഷണലാണ്. നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കേണ്ട പോലും ആവശ്യം വരുന്നില്ല. അല്ലാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ശർക്കര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, കരിയാതെ നോക്കണം. ഇതിപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇളം ചൂടോടുകൂടി നമുക്കിത് കുട്ടികൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.